SK9 മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2024 ഓഗസ്റ്റ് 16 രാത്രിയോടെ സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് കടക്കുകയാണ്. ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 17 വരെ സൂര്യൻ്റെ സഞ്ചാരം കൊണ്ട് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കുള്ള അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖത്തിൻ കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കുള്ള ഫലങ്ങളാണ് ഇന്ന് പറയുന്നത്. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള ചിങ്ങമാസത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ആലസ്യം, ഉന്മേഷക്കുറവ് എന്നിവ അനുഭവപ്പെടാം. രോഗം വരാൻ സാധ്യതയുണ്ട്. ഉയർച്ചയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകും. സ്ഥാനമാറ്റമോ സ്ഥാനനഷ്ടമോ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ കുടുംബത്തിലേക്കുള്ള വരവ് സന്തോഷം പകരും. സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസം തർക്കത്തിലേക്ക് മാറാതെ സൂക്ഷിക്കണം. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 16 വരെയുള്ള കന്നിമാസത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ധാരാളം സഞ്ചാരം ചെയ്യാനിടയാകുമെങ്കിലും അതുകൊണ്ട് ഗുണം ഉണ്ടാവാൻ സാധ്യതയില്ല. മാനസികമായി അസ്വസ്ഥതകൾ ഉണ്ടാകും. പരിശ്രമങ്ങൾ ഫലം കാണാത്തത് ക്ലേശത്തിനിടയാക്കും. തൊഴിൽ മേഖലയിൽ മേലധികാരികളുടെ ദേഷ്യത്തിനിട വരുത്താതെ ശ്രദ്ധിക്കണം. കുടുംബജീവിതം സന്തുഷ്ടകരമായിരിക്കും. ഒക്ടോബർ 17 മുതൽ നവംബർ 15 വരെയുള്ള തുലാമാസത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന് തടസ്സം നേരിടും. ബന്ധുക്കളുമായി തർക്കമുണ്ടാവാതെ നോക്കണം. ആത്മനിയന്ത്രണം പാലിക്കേണ്ട സമയമാണ്. കൃഷി ഉള്ളവർക്ക് നല്ല കാലമാണ്. പൊതുസമൂഹത്തിൽ ആദരവ് ലഭിക്കും. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. നവംബർ 16 മുതൽ ഡിസംബർ 15 വരെയുള്ള വൃശ്ചിക മാസത്തിൽ ഭൂമി നഷ്ടം ഉണ്ടാവാതെ നോക്കണം. സ്ഥാനമാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരുമായും വാക്ക് തർക്കങ്ങൾക്ക് പോകരുത്. സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെടാം. അതുമൂലം വിഷാദം, ഉറക്കക്കുറവ് എന്നിവ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പ്രഭാഷണങ്ങളിലും സംസാരങ്ങളിലും താല്പര്യമുണ്ടാകും. മാസാവസാനം നല്ല ഭക്ഷണം കഴിക്കാനുള്ള അവസരവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ഡിസംബർ 16 മുതൽ ജനുവരി 13 വരെയുള്ള ധനുമാസത്തിൽ ആരോഗ്യം വീണ്ടെടുക്കും. വീട് മോടി പിടിപ്പിക്കും. ബന്ധുക്കളുടെ സഹായം ഉണ്ടാവും. യാത്രകൾ സന്തോഷപ്രദമായിരിക്കും. ആഭരണങ്ങൾ വാങ്ങാനോ ലഭിക്കാനോ സാധ്യതയുണ്ട്. ജനുവരി 14 മുതൽ ഫെബ്രുവരി 12 വരെയുള്ള മകരമാസത്തിൽ കാര്യങ്ങൾ വിജയമുണ്ടാകും. സാമ്പത്തിക ലാഭം ഉണ്ടാകും. വാക്കുതർക്കം മൂലം മാനസിക വിഷമം ഉണ്ടാകാനിടയുണ്ട്. അപകീർത്തി ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. മക്കൾക്ക് ജോലി ലഭിക്കും. മുതിർന്നവരിൽ നിന്ന് സന്തോഷകരമായ അനുഭവം ഉണ്ടാവും. ഫെബ്രുവരി 13 മുതൽ മാർച്ച് 14 വരെയുള്ള കുംഭമാസത്തിൽ ആരോഗ്യം തൃപ്തികരമാവില്ല. ശത്രുഭയം, ഉത്കണ്ഠ, വ്യാകുലത, മനസ്താപം എന്നിവ ഉണ്ടാകാം. കുടുംബകലഹം ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യം മോശമാവും. വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണിത്. മാർച്ച് 15 മുതൽ ഏപ്രിൽ 13 വരെയുള്ള മീനമാസത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും. പരിശ്രമങ്ങൾ വിജയം കാണും. ചിലവ് വർദ്ധിക്കാതെ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന സമയമാണിത്. ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെയുള്ള മേടമാസത്തിൽ അനാരോഗ്യം, യാത്രാക്ലേശം, സാമ്പത്തിക നഷ്ടം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപം നടത്തരുത്. മധുരപലഹാരങ്ങൾ ലഭിക്കും. കുടുംബത്തിലേക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കുകയോ ലഭിക്കുകയോ ചെയ്യും. കുടുംബത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ രമ്യമായി പരിഹരിക്കണം. മാനസിക ഉല്ലാസം, പ്രവർത്തികൾ നേട്ടം എന്നിവ കൈവരും. മെയ് 15 മുതൽ ജൂൺ 14 വരെയുള്ള ഇടവമാസം സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്. ദഹനക്കേട്, വാക്കുതർക്കം, അപകടം, ശരീരാഘാതം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ചെലവ് വർദ്ധിക്കും. പ്രവർത്തനങ്ങളിൽ തടസ്സം വരും. ധൈര്യം ചോർന്നു പോകും. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ ഇടയുണ്ട്. ജൂൺ 15 മുതൽ ജൂലൈ 16 വരെയുള്ള മിഥുനമാസത്തിൽ ലക്ഷ്യബോധമില്ലാത്ത യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. സന്തോഷക്കുറവ് അനുഭവപ്പെടും. ബന്ധുക്കൾ പ്രതികൂലമാകും. പക്ഷേ ഭാഗ്യലക്ഷ്മി കടാക്ഷിക്കും. ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള കർക്കിടക മാസത്തിൽ കാര്യജയം സിദ്ധിക്കും. ഉന്നതരുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടാവും. പുതിയ കൂട്ടുകാരെ ലഭിക്കും. ആരോഗ്യം മെച്ചപ്പെടും. വരുമാനം വർദ്ധിക്കും. വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾക്കുള്ള ഒരു വർഷത്തെ സൂര്യാസ്തയ ഫലമാണ് നമ്മൾ പറഞ്ഞത്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.